ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തെയും പിടിച്ചുകുലുക്കുന്ന ഒരു നിർണായക വിധി പുറത്തുവന്നിരിക്കുകയാണ്. പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരായ അക്രമങ്ങൾക്ക് പിന്നിലെ സൂത്രധാര ഹസീനയാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഓഗസ്റ്റ് 2024 മുതൽ ഇന്ത്യയിൽ അഭയം തേടി കഴിയുന്ന ഹസീനയെ ഉടൻ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യക്ക് നിയമപരമായി ഈ ആവശ്യം അംഗീകരിക്കാൻ ബാധ്യതയുണ്ടോ? ഇന്ത്യ ബംഗ്ലാദേശ് കൈമാറ്റ ഉടമ്പടി എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഈ വിഷയത്തിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരെ നടന്ന അക്രമങ്ങളിലെ പങ്ക് ആരോപിച്ചാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ 78-കാരിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിച്ചത്. വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയ്ക്ക് മുന്നിൽ ശക്തമായ ആവശ്യമുന്നയിച്ചു. അതായത് നിലവിലുള്ള ഉഭയകക്ഷി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഹസീനയെ കൈമാറാൻ ഇന്ത്യയ്ക്ക് നിയമപരമായ ബാധ്യത ഉണ്ടെന്ന് ധാക്ക പറയുന്നു. ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അഭയം നൽകുന്നത് അങ്ങേയറ്റം സൗഹൃദപരമല്ലാത്ത നടപടിയും നീതിയോടുള്ള അവഗണനയുമാണ് എന്നും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മുന്നറിയിപ്പും നൽകി. എന്നാൽ വിധി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും തനിക്കെതിരായ കേസ് നീതിയുക്തമല്ലെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ഇനി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 2013 ഒപ്പുവച്ച എക്സ്ട്രാഡിഷൻ ട്രീറ്റി കൈമാറ്റ ഉടമ്പടി ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഒരു പ്രധാന ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 6 പ്രകാരം കുറ്റം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിൽ കൈമാറ്റത്തിനുള്ള അപേക്ഷ നിരസിക്കാൻ ആവശ്യപ്പെടുന്ന രാജ്യത്തിന് അധികാരമുണ്ട്. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ഇന്ത്യയുടെ തുറുപ്പുചീട്ടുമെന്ന് വേണം പറയാൻ. നിലവിലെ ഭരണകൂടം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനാൽ ഈ കേസ് ഒരു രാഷ്ട്രീയ കുറ്റകൃത്യമായി കണക്കാക്കി കൈമാറ്റം നിഷേധിക്കാൻ ഇന്ത്യക്ക് നിയമപരമായി സാധിക്കുമെന്ന് ചുരുക്കം. എന്നാൽ ചില ലൂപ്പ് ഹോൾസ് കൂടിയുണ്ട് ഇവിടെ. ഉടമ്പടിയിൽ കൊലപാതകം, നരഹത്യ തുടങ്ങിയ ചില കുറ്റകൃത്യങ്ങളെ രാഷ്ട്രീയ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളായി കണക്കാക്കില്ല എന്നും പറയുന്നുണ്ട്. ഹസീനയുടെ കുറ്റകൃത്യങ്ങളിൽ കൊലപാതകത്തിന് പ്രേരണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ബംഗ്ലാദേശിന്റെ വാദത്തിന് ശക്തി നൽകുന്നു. ഇനി ആർട്ടിക്കിൾ 8 പ്രകാരം കൈമാറ്റം ചെയ്യുന്നത് അൺജസ്റ്റ് ഓർ ഒപ്രസീവ്, അന്യായമോ അടിച്ചമർത്തുന്നതോ ആണെന്ന് ബോധ്യമായാലും ഇന്ത്യക്ക് അപേക്ഷ തള്ളാം. ഒരു മുൻ ഭരണാധികാരിയെ കൈമാറുന്നത് പീഡനത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ഇന്ത്യക്ക് പരിഗണിക്കാം. എന്തായാലും ബംഗ്ലാദേശിന്റെ ആവശ്യം വന്ന ഉടൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രതികരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഹസീനയ്ക്കെതിരായ വിധി ശ്രദ്ധിച്ചു എന്ന് മാത്രമാണ് ഇന്ത്യ അറിയിച്ചത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും വിഘാതമുണ്ടാക്കാത്ത ഒരു സഖ്യകക്ഷിയായിരുന്നു ഹസീന. ഇന്ത്യ അതൊരിക്കലും മറക്കില്ല. ബംഗ്ലാദേശിലെ സമാധാനം, ജനാധിപത്യം, സ്ഥിരത എന്നിവയ്ക്കായി എല്ലാ കക്ഷികളുമായും ക്രിയാത്മകമായി സഹകരിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യ കൈമാറ്റത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. ഷെയ്ഖ് ഹസീനയുടെ വിധി ഇപ്പോൾ ഒരു നിയമപരമായ പ്രതിസന്ധിയേക്കാൾ ഉപരി ഒരു നയതന്ത്ര വെല്ലുവിളിയായി ഇന്ത്യയുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഹസീനയെ കൈമാറ്റം ചെയ്യാതിരിക്കാനുള്ള ശക്തമായ ഇളവുകൾ ഇന്ത്യൻ ഉടമ്പടിയിൽ ഉണ്ടെങ്കിലും ഏറ്റവും അടുത്ത അയൽ രാജ്യവുമായുള്ള ബന്ധം വഷളാകാതെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നത് കാത്തിരുന്നു തന്നെ കാണണം.